എന്താണ് അതിന്റെ പേര് എനിക്കറിയില്ല. അവിടെ ചെന്നിട്ട് കാണിച്ചു തരുമല്ലേ? അതന്നെ നമുക്കറിയുള്ളൂ. കൊച്ചിൻ ടിഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല രസമുള്ള ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇത് കാക്കനാടാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ കണ്ടോ, നല്ല ഓടിട്ട ഒരു വീടിൻ്റെ പ്രതീതിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതേപോലെ കേട്ടോ തോന്നുക. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ല രസമാണ് അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ. ശരിക്കും നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണ ആ ഒരു ഫീലാണ്. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താണെന്ന് പറയുക, എൻ്റെ നല്ല കുഞ്ഞു ഇഡ്ഡലി ഉണ്ട്. അതായത് ബട്ടൺ ഇഡ്ഡലി വിത്ത് പൊടി ആൻഡ് ഗീ. ഞാനതാണ് വാങ്ങിച്ചത്. അവർ രണ്ടുപേരും ഗീ റോസ്റ്റൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റായിട്ടോ അവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഉമ്മ ഒരു 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം കണ്ട തോന്നുന്നു വരുന്നത്. നല്ല ടേസ്റ്റി ഫുഡാണ്. ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോഴേ നല്ലൊരു അടിപൊളി സംഭവം കാണിച്ചിട്ടെ. നമ്മളെല്ലാവരും നിത്യഗർഭിണി എന്ന് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ നിത്യ കല്യാണി കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്ക്. നല്ല വയലറ്റ് കളറിലുള്ള നല്ല ഭംഗിയുള്ള പൂവ് കേട്ടോ. ഇത് പണ്ടൊക്കെ അത് സുലഭമായിട്ട് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ വിരളമായിട്ടേ കാണാറുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകില്ല. പ്രത്യേകിച്ച് ഈ ഓണത്തിൻ്റെ സമയത്താണ് നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടെ ഓണത്തിൻ്റെ പൂക്കളിടാൻ വേണ്ടി പോകും. എല്ലാ കിട്ടുന്ന പൂവും പറിക്കും. അത് മാത്രമല്ല വേറെ ഏതെങ്കിലും തൊടിയിൽ നല്ല പൂക്കൾ കാണുകയാണെങ്കിൽ അറിയാത്ത രീതിയിൽ അത് എടുത്തുകൊണ്ട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പേടി, ആ വീട്ടുകാരിത് കണ്ടിട്ടുണ്ടാവുമോ, നമ്മളെല്ലാവരും വീട്ടിലേക്ക് ഇത് പറയാൻ വേണ്ടി വരുമോ എന്നൊക്കെ. പക്ഷെ ആരും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. കാരണം നമ്മൾ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോഴേ അതാണ് ഓർമ്മ വന്നത്. എന്തായാലും നിങ്ങളുടെ ഓർമ്മകളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിത്യ കല്യാണി. ഇനി ഞങ്ങൾ പാഴ്സലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. വീട്ടിൽ ബാക്കിയുള്ള എല്ലാവർക്കും പാഴ്സൽ ഓർഡർ ചെയ്തിരിക്കുകയാണ്. അത് എവിടെ പോയി കഴിഞ്ഞാലും അങ്ങനെ കേട്ടോ. ഞങ്ങളെപ്പോൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഉമ്മയ്ക്ക് വീട്ടിൽ അനിയന്മാർക്കും അനിയത്തിക്കും ആരാണോ ഞങ്ങളെ കൂടെ ഇല്ലാത്തത് അവർക്കൊക്കെ വാങ്ങിക്കണമെന്ന് എപ്പോഴും നിർബന്ധമാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, എല്ലാ അമ്മമാർക്കും ഞാനിങ്ങനെ ഒരു ശീലം കാണാറുണ്ട്. അവരെ പുറത്തൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് മക്കളെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അധികം അമ്മമാരും പാഴ്സൽ വാങ്ങിക്കണതാണ് കേട്ടോ. അവർ കഴിച്ചിട്ടില്ലല്ലോ, അവർക്കും കൂടെ അത് കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം എല്ലാ അമ്മമാർക്കും ഉണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ അങ്ങനെ തന്നെയാണ്.